വല്യമ്മ ഇവിടെ നിക്കണുണ്ടെന്ന് എനിക്കെങ്ങനെ അറിയാം? എന്തേലും ഒരു ഒച്ച ഉണ്ടാക്കോ? ഞാൻ ഇവിടെ നിക്കണുണ്ട കുട്ടി. വല്യമ്മ ഒരു പാട്ട് പാടണം. അപ്പൊ എനിക്കറിയാലോ വല്യമ്മ പുറത്ത് നിക്കണ്ടെന്ന്. എന്നെ കൊണ്ട് പാട്ട് പാടാനൊന്നും വയ്യ. പാടണം, അല്ലെങ്കിലേ ഞാനിപ്പൊ പുറത്തു വരും. ഓമനത്തിങ്കൾ കീടാവോ നല്ല കോമല താമര പൂവോ പൂവിൽ നിറഞ്ഞ കണ്ടു. കുളിക്കുന്നുണ്ട്. വെള്ളച്ചിയുടെ കുട്ടികളുടെ കൂടെ തൊടിയിൽ കളിക്കായിരുന്നു. ശേഖരൻ കണ്ടുപിടിച്ചു തുടങ്ങാ. ഞാനൊന്ന് പേടിച്ചു. ഓമന പറയും വിളക്കം കിട്ടില്ല പറഞ്ഞു കേട്ടു. അശ്ശോ, ഞാനത് മറന്നു. നിർത്തിയോ? ആള് മാറിയോ? എന്താ ഇത്? വല്യമ്മ എവിടെ പോണു? അപ്പുറത്ത് ഇത്തിരി ജോലി ഉണ്ട്. ഇവിടെ നിക്കണെന്ന് പറഞ്ഞില്ലേ ഞാൻ? ഇവിടെ വന്ന് അവിടത്തെ കാര്യം ആരാ നോക്ക? വേഗം കുളിച്ചു. അതിനുള്ളിൽ എനിക്ക് പേടിയാ നന്ദാ. ആ കുറിപ്പ് കാത്തു നിൽക്കുക. നീ ചെന്നിട്ട് വേണം പൂജ തുടങ്ങാൻ. ഇത്തിരി നിക്കട്ടെ അയാള്. ഇത്തിരി നിക്കട്ടെ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഇത്തിരി നിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഇത്തിരി നിക്കട്ടെ തന്നെ. അയാളുടെ ഒരു പൂജയും മന്ത്രവും കോമാളി ഒക്കെ എന്റെ മോക്ക് വേണ്ടിയല്ലേ? മോക്ക് വേണ്ടി അത്രേ. അയാളുടെ പാട്ട് കേൾക്കുമ്പോ എനിക്ക് കലി വരും. എന്നാ നീ ഒന്ന് കുളിച്ചു വാ. ഇന്ന് പാട്ട് വേണ്ടാന്ന് പറയാം. ശരി, എന്നാ നന്ദൻ പാടുവോ? പാട്ട് പാടാൻ ഇപ്പം വേഗം പാട് നന്ദാ, എന്നിട്ട് വേണം എനിക്ക് പോയി കുളിക്കാൻ തുടങ്ങാൻ. പാട്ട് പാടണ്ട അതോ? നീ പോയി കുളിക്കും. പാട് നന്ദാ. പാടാം. എന്നാ നല്ല കുട്ടിയായിട്ട് അവിടെ ഒന്ന് പാടുവോ? എപ്പോഴും പാടാറുള്ള പാട്ടില്ലേ, എന്നെ കളിയാക്കണ പാട്ട്? അത് തന്നെ. മണിക്കുട്ടി കുറുമ്പുള്ളൊരമ്മിണി പൂവാലി നിന്നെ പാട്ട് പഠിപ്പിച്ചതാരടി വായാടി തന്തന തന്തനന 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 തന്തന തന്തനന 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 മണിക്കുട്ടി കുറുമ്പുള്ളൊരമ്മിണി പൂവാലി നിന്നെ പാട്ട് പഠിപ്പിച്ചതാരടി വായാടി ഇത്തിരി പൂവോ പൊന്മുളങ്കാടോ ഏട്ടന്റെ നെഞ്ചിലെ താരാട്ടോ തൊട്ടുത്താലോടുന്ന പൂങ്കാറ്റോ ആലിപ്പഴം വീഴുമാവണി മെട്ടിലെ ഓമനയമ്പിളിയോ മണിക്കുട്ടി കുറുമ്പുള്ളൊരമ്മിണി പൂവാലി നിന്നെ പാട്ട് പഠിപ്പിച്ചതാരടി വായാടി